വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോയിൽ സ്നേഹമുള്ള ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ആയിരിക്കുന്നിടങ്ങളിൽ ശാന്തമായിരുന്ന് കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മളിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ഇംഗിതത്തിനായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. തുറവിയോടുകൂടി കർത്താവിൻ്റെ വചനത്തിനു മുമ്പിൽ നമുക്കായിരിക്കാം. കർത്താവെ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു എന്ന മനോഭാവത്തോടെ അങ്ങയുടെ സന്നിധിയിരുന്ന് വചനം കേൾക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ അഗ്നിയായി ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്കെല്ലാം കത്തിപ്പടരുവാൻ, അങ്ങനെ തിന്മയായിട്ടുള്ളതെല്ലാം ദഹിപ്പിക്കുവാൻ, രോഗാണുക്കളെ മുഴുവൻ നിർവീര്യമാക്കുവാൻ പരിശുദ്ധാത്മാവെ ശക്തിയായി, അഭിഷേകമായി, അനുഗ്രഹമായി പെയ്തിറങ്ങണമേ എന്ന് ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയായിരിക്കണമേ, തുണയായിരിക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആവശ്യമുള്ളത് നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ്. ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ചോദിക്കും മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പിതാവിനറിയാം. പക്ഷെ നിങ്ങൾ ചോദിക്കണമെന്നും കൂടെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താ ചോദിക്കേണ്ടേ? നിങ്ങൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ
തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ തരണേന്ന് ചോദിക്കണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചനങ്ങളാണ്. ചോദിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി. എന്നാൽ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ചോദിക്കേണ്ടത്. ഈ ആവശ്യങ്ങളെല്ലാം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അതുതന്നെയാണ് 6-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വചനം പറയുകയാണ്. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. വിജാതീയരാണ് എന്ത് ഭക്ഷിക്കുമെന്നും എന്ത് ധരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആശങ്കാകുലരാകുന്നത്. എന്നാൽ നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണ് എന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളുടെ പിതാവിൻ്റെ മക്കളല്ലേ? മക്കൾക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് അപ്പനറിയാൻ മേലെ? അപ്പനറിയാം. നിങ്ങൾ മക്കളായിരുന്നാൽ മതി. ദൈവഹിതം നിറവേറ്റുന്ന മക്കളായി നിങ്ങൾ മാറിയാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവപുത്രന്മാരും പുത്രിമാരുമായി നിങ്ങൾ മാറിയാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയും. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനുമാണ് ദൈവം. ഭവനത്തിൽ വസിക്കണം. അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല. എന്നാൽ മക്കളാകട്ടെ ഭവനത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പുത്രത്വ സ്ഥാനം, സ്വാതന്ത്ര്യം അതനുഭവിച്ചുകൊണ്ട് ദൈവഭവനത്തിലെ അംഗങ്ങളായി മാറുക. നിങ്ങൾ ഇനിമേൽ അന്യരോ പരദേശികളോ അല്ല, പ്രത്യുത വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുന്നവർക്ക് ദൈവം ആവശ്യമുള്ളതെല്ലാം നൽകും. അതുതന്നെയാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും. നിങ്ങൾക്കാവശ്യമുള്ളത് യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തു എന്ന മധ്യസ്ഥനിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നൽകും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ആവശ്യമുള്ള ദൈവം തന്നോളൂ. നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചോദിക്കരുത്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും കേൾക്കുന്നില്ല എന്ന ചിന്ത വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ദൈവസന്നിധിയിൽ വിലകെട്ട പ്രാർത്ഥനകളായി മാറുന്നത് പലപ്പോഴും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കാവശ്യമുള്ളത് ദൈവം തരുമെന്നുള്ള ചിന്തയോടുകൂടി ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മളുടെ അധരങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഉയരണം. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തോടുള്ള മൈത്രിയോടെയാണ് നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതെങ്കിൽ ദൈവത്തിന് എങ്ങനെ നിനക്ക് ആവശ്യമുള്ളത് തരാൻ പറ്റും? നീ ചോദിക്കുന്നത് നിനക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളുമാണ്. ഈ ലോകത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് നീ ചോദിക്കുന്നത്. ഈ ലോകത്തിൽ നിനക്ക് ആവശ്യമില്ലാത്ത പലതുമുണ്ട്. അത് ദൈവത്തിനറിയാം. അത് ദൈവം നിനക്ക് തരില്ല. എന്നാൽ നിത്യജീവൻ നേടേണ്ടതിന് നിനക്ക് ആവശ്യമായിരിക്കുന്നവ ദൈവം നിനക്ക് തരും. ദൈവം താൻ തിരഞ്ഞെടുത്തവർക്ക് ആവശ്യമുള്ളതെല്ലാം, കൃപകളെല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. നമ്മൾ വചനത്തിൽ അതല്ലേ കാണുന്നത്? യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വെറും മുഖവരായിരുന്നു അവരോട് പറഞ്ഞു,
നിങ്ങളിപ്പോൾ മീൻ പിടിക്കുന്നവരാണ്, എന്നാൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും. അവർക്ക് ആവശ്യമായിരുന്ന എന്തായിരുന്നു? പരിശുദ്ധാത്മാവായിരുന്നു. പന്തക്കുസ്ത നാളിൽ പരിശുദ്ധയമ്മയോട് ചേർന്നിരുന്നവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം പിന്നെ കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ അവർ നിറഞ്ഞു. പത്രോസ് പ്രസംഗിച്ചപ്പോൾ കേട്ട ജനം മുഴുവൻ അവരവരുടെ ഭാഷകളിൽ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അപ്പോൾ ഈ സാക്ഷ്യ ജീവിതത്തിന്, സാക്ഷികളായി മാറാനുള്ള അഭിഷേകത്തിന് കാരണമായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോയ്ക്ക് അറിയാമായിരുന്നു അവർക്കാവശ്യമുള്ളത് പരിശുദ്ധാത്മാവിനെയാണ്. എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. പരിശുദ്ധാത്മാവ് വന്നതോടുകൂടി പിന്നെ അപ്പസ്തലന്മാർക്ക് മറ്റൊരു കാര്യത്തിൻ്റെയും ആവശ്യമില്ല. അവർക്കാവശ്യമുള്ളതെല്ലാം നൽകുന്നവനായി പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ വസിച്ചു. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ സഭയിലൂടെ ഇന്നും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കൃപാവരവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നമ്മൾ എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാം തിരുവചനം, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാനോ ആത്മാവിനെ നിർവീര്യമാക്കാനോ ഇടവരാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിരന്തരം ജ്വലിപ്പിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകിക്കൊണ്ടിരിക്കും. അവൻ്റെ ആത്മീയ ജീവിതത്തിനും അവൻ്റെ ഭൗതിക ജീവിതത്തിനും അവൻ്റെ നിലനിൽപ്പിനും ആവശ്യമുള്ള എല്ലാ കൃപാവരങ്ങളും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നിരന്തരം ചൊരിയും. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും ഉണ്ടാകാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ, നമ്മുടെ കഷ്ടതകളിൽ നമ്മൾ അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം സദാ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് സഹായകനായ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഈ പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പാപമേത് നന്മയേത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇത് പരിശുദ്ധാത്മാവ് തരുന്ന കൃപയാണ്. നീതി, ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു അഭിഷേകമാണത്. ന്യായവിധി, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിനെങ്കിൽ നിൽക്കേണ്ടി വരും. അവിടെ കളങ്കമോ കറയോ ഇല്ലാതെ വിശ്വസ്തരായി ജീവിക്കാൻ, നിലനിൽക്കാൻ, വിശ്വസ്തരായ കാര്യസ്ഥരാകാൻ, വിശുദ്ധിയുടെ വലിയ അഭിഷേകമുള്ളവരായി മാറാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവം തൻ്റെ ആത്മാവിനെയാണ് നമ്മളിലേക്ക് അയച്ചിരിക്കുന്നത്. ഒരു കുറവും കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്താൻ. നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ സൗഖ്യമായ ആത്മാവ് കടന്നു വരും. നമുക്ക് ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവസ്നേഹം നമ്മളിലേക്ക് പകർന്നു തരും. നമ്മുടെ ജീവിതത്തിൽ നിരാശ കടന്നു വരാനിടയാകുന്ന സാഹചര്യങ്ങളിൽ പ്രത്യാശയുടെ ആത്മാവായി പരിശുദ്ധാത്മാവ് വരും. സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വഴിയില്ലാതെ നമ്മൾ അലയുമ്പോൾ വഴി തുറന്നു തരുന്നു. വഴിയും സത്യവും ജീവനുമായവൻ്റെ ആത്മാവ് നമ്മെ നയിക്കും. ഈ വിശ്വാസം നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ഈശോ ആവശ്യമുള്ളവർക്കെല്ലാം തൻ്റെ അനുഗ്രഹങ്ങൾ ആവശ്യാനുസരണം കൊടുത്തവനാണ് എന്നാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്.
വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുലിഖിതം ഇപ്രകാരമാണ്. ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ജനത്തിന് ആവശ്യമായിരുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവായിരുന്നു. അതെല്ലാവർക്കും കൊടുത്തു. എന്നാൽ രോഗശാന്തി ആർക്കൊക്കെ ആവശ്യമായിരുന്നോ അവർക്കൊക്കെ രോഗശാന്തിയും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്ര സ്നേഹമുള്ള ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഉദ്ധിതനായ ഈശോ ആത്മാവായി നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ വസിക്കുന്നു. നമ്മൾ ആകുലചിത്തരാകുന്നത് എന്തിനാ? ആശങ്കാകുലരാകുന്നത് എന്തിനാ? ആകുലപ്പെട്ടതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്ന് സ്വർഗീയ പിതാവിനറിയാം. ആ സ്വർഗീയ പിതാവ് തൻ്റെ ആത്മാവിലൂടെ നമ്മളിലേക്ക് അനസ്യൂതം തൻ്റെ കൃപകൾ ചൊരിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് സ്വീകരിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ നിരാശയുടെയും തളർച്ചയുടെയും ഒക്കെ കാരണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഈശോ ആവശ്യമുള്ളതെല്ലാം തരും, ആവശ്യമായിരിക്കുന്നതെല്ലാം തരും. ഈ ഒരു വിശ്വാസം നമ്മൾ നിറയട്ടെ. നമ്മൾ ചോദിക്കുന്നതെല്ലാം തരണമെന്ന് വാശി പിടിക്കരുത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് വാശി പിടിക്കരുത്. ഈശോ എനിക്ക് ആവശ്യമുള്ളത് തരും. ഞാൻ ഈശോയുടെ പൈതലായി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ, എൻ്റെ ജീവിതം ദൈവഹിത പ്രകാരമുള്ളതായി മാറുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ ഈശോ തരും. ഈ ഒരു ബോധ്യം നമ്മളിൽ ആഴപ്പെടട്ടെ. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാൻ, അതിന് സമൃദ്ധിയാണ്. ദൈവം നമുക്ക് ആവശ്യമുള്ളതിനെല്ലാം സമൃദ്ധിയിൽ നൽകുന്നവനാണ്. ഒപ്പം സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ്. മതസംസ്കാര വേളയിൽ നമ്മൾ പാടാറുണ്ട്, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നമുക്ക് വേണ്ടത് ഇതാണ്. നമ്മുടെ കൂടെ പോരുന്നത് സൽകൃത്യങ്ങളാണ്. അതുകൊണ്ട് സൽകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ട അനുഗ്രഹം ദൈവം നമുക്ക് തരും. നമ്മൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്. ദൈവമേ, സൽകൃത്യങ്ങൾ സുഹൃതങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ എൻ്റെ കൊച്ചു ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. എനിക്ക് വേണ്ടത്, ആവശ്യമുള്ളത് സുഹൃതങ്ങളാണല്ലോ, സൽകൃത്യങ്ങളാണല്ലോ. അതാണല്ലോ സ്വർഗത്തിൽ എനിക്ക് നിക്ഷേപമായി മാറുന്നത്. ഈ സുഹൃതങ്ങളാൽ, ഈ സൽകൃത്യങ്ങളാൽ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഭൗതികമായ സമ്പത്തിനു വേണ്ടി, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന നിർഭാഗ്യ വ്യക്തികളായി നമ്മൾ മാറും. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ അർപ്പിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ മറ്റു മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരെന്നാണ് പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ മാത്രമാണോ നമ്മുടെ പ്രത്യാശ? അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലിയൊക്കെ ഒന്ന് മാറ്റാം. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആത്മീയ ആവശ്യങ്ങൾ ആഗ്രഹത്തോടെ സമർപ്പിക്കുക. ആത്മീയ ആവശ്യങ്ങൾ ആഗ്രഹത്തോടെ സമർപ്പിക്കുക. എന്തെന്നാൽ ദൈവം നമുക്ക് സുഹൃതങ്ങളും സൽകൃത്യങ്ങളും ചെയ്യാൻ വേണ്ട അനുഗ്രഹം തരും. നമുക്ക് ആവശ്യമുള്ളത് അതാണ്. അതിന് പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ആവശ്യമായിരിക്കുന്നതെല്ലാം അവൻ്റെ ദൈവീക ശക്തി
നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്നു എന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നവയെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് തന്നിരിക്കുന്നു. ഓരോ ക്രൈസ്തവനും ദൈവം തൻ്റെ ശക്തി കൊടുത്തിരിക്കുകയാണ് അവൻ ആവശ്യമുള്ളതെല്ലാം തരാൻ. ഈ ഒരു അവബോധമില്ലായ്മയാണ് നമ്മുടെ ഈ നെട്ടോട്ടങ്ങൾക്കെല്ലാം കാരണം. ദൈവം തന്നെ നമ്മുടെ കൂടെ വസിക്കുന്നുണ്ടെന്നുള്ള ചിന്തയില്ല നമുക്ക്. ദൈവിക ശക്തി നമുക്കെല്ലാം തന്നിട്ടുണ്ട്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരങ്ങൾ. ആത്മാവിൻ്റെ വാസഗേഹമാണിത്. ആത്മാവ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഈ ആത്മാവ് ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനാണ്. ഈ ആത്മാവ് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിച്ച് ദൈവഹിതമനുസരിച്ച് നമുക്ക് വേണ്ടതെല്ലാം തരും. അതുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും വെടിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വതന്ത്ര മനസ്സോടെ എളിമയോടെ വ്യാപരിക്കാൻ പഠിക്കണം. പൗലോസ്ലീഹായോട് ഈശോ പറഞ്ഞില്ലേ, നിനക്ക് എൻ്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നീ നിനക്കുള്ള ആകുലതകളെക്കുറിച്ചോ ബലഹീനതകളെക്കുറിച്ചോ ഒന്നും ആശങ്കാകുലനാകണ്ട. നിനക്ക് എൻ്റെ കൃപ മതി. ആ കൃപ ഓരോ സമയത്തും ഓരോ വിധത്തിൽ നിന്നെ പ്രവർത്തിച്ചോളും. ദൈവകൃപ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. വീണ്ടും കൊരിന്ത്യർക്കെഴുതിയ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടെ അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടെ നിങ്ങൾക്ക് നൽകും. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തി, രോഗത്തെ അതിജീവിക്കാനുള്ള ശക്തി, തിന്മയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശക്തി, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ ശക്തി കൃപയായി നിങ്ങൾക്ക് തരും. അത് മതി നിങ്ങൾക്ക്. നിനക്കെൻ്റെ കൃപ മതി. ഈ കൃപ നിറയാൻ, ഈ ശക്തി നിറയാൻ, അതിലൂടെ ആവശ്യങ്ങൾക്കൊന്നിനും ഒരു കുറവും വരാതെ കുറവുകളെ സദാ പരിഹരിക്കുന്ന കർത്താവിൻ്റെ കൃപയാൽ സമ്പന്നരാകുവാൻ കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാണ്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ അത്ഭുത കൃപ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ചൊരിയപ്പെടുവാൻ. നമ്മുടെ ആവശ്യങ്ങളൊന്നും നമ്മൾ എണ്ണി പറയണ്ട. ഇതെല്ലാം സ്വർഗീയ പിതാവിനറിയാം. സൽകൃത്യങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. സൽകൃത്യങ്ങളാൽ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മേൽ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായി അവരെല്ലാവരും സൽകൃത്യങ്ങളാൽ സുഹൃതങ്ങളാൽ അലങ്കൃതരാകുവാൻ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ആരാധന, ആരാധന. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാം
മലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ